കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്കുള്ള ഒരു പ്രാർത്ഥന. 22-ാം സങ്കീർത്തനം 11-ാം വാക്യം. കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ഇത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മണിക്കൂറുകളിലെ വിലാപമാകാനാണ് സാധ്യത. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണല്ലോ ക്രൂശിൽ വെച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചത്. ദാവീദ് എന്ന മനുഷ്യൻ പലതുകൊണ്ടും ക്രിസ്തുവിന് നിഴലായി തീർന്നിട്ടുണ്ട്. തന്നിലുള്ള പാപ സ്വഭാവം ഒഴിച്ച് ഞാൻ എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്, എന്തേ ഈ മനുഷ്യൻ ഇത്ര കഷ്ടപ്പാട്. തൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തനിക്ക് എന്നും വിലാപം. ഇന്നത്തെ പോസിറ്റീവ് തിങ്കിങ് പ്രീച്ചേഴ്സിന് ദാവീദിനെ ഇഷ്ടപ്പെടാൻ പ്രയാസമാണ്. അവരെല്ലാം പോസിറ്റീവായിട്ട് മാത്രം പറയണമെന്ന് പറയുന്നവരാണ്. പക്ഷെ സ്വപ്നലോകത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാമെന്നല്ലാതെ സ്വന്തം അനുഭവത്തിലോട്ട് വരുമ്പോൾ സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളും അപമാനങ്ങളും തീവ്രമായ വേദനകളും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? പറയാൻ പറ്റുമോ? ചിലതൊക്കെ സഹിച്ച് അപ്പുറം കടക്കേണ്ടതാണ്. ചിലതൊക്കെ സഹിക്കുന്നതിന് തൊട്ട് മുമ്പ് വിടുതൽ കിട്ടുന്നതാണ്. ദാവീദ് കരയുകയാണ്, കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഷ്ടം അടുത്തിരിക്കുകയാണോ? കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണോ? ഡോണ്ട് ബി ഫാർ അവേ ഫ്രം മീ, ട്രബിൾസ് ഈസ് നിയർ. തനിക്കറിയാമായിരുന്നു താൻ വലിയ പ്രയാസത്തിലോട്ട് പോവുകയാണ്. ഗദസമനയിൽ വെച്ച് താൻ അതാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഗദസമനയിലെ പ്രാർത്ഥനയായിട്ട് 22-ാം സങ്കീർത്തനത്തിലെ കുറേ ഭാഗങ്ങളെ നമുക്ക് എടുക്കാം. കഷ്ടമാണ് ഇനിയത്തെ ദിനങ്ങൾ, ഇനിയത്തെ മണിക്കൂർ. എന്നെ വിട്ടകന്നിരിക്കരുതേ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ കാതിലെത്തുമ്പോൾ നിങ്ങൾ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണോ? കഴിഞ്ഞ ഞായറാഴ്ച ഒത്തിരി ദൂരം യാത്ര ചെയ്ത് 2 ബസ്സോ 3 ബസ്സോ മാറിയൊരു സഹോദരി പവർ വിഷൻ കാണുന്നത് കൊണ്ട് എന്നെ കാണാനായി ചർച്ചിൽ വന്നു. അവർക്ക് ഞാൻ ചുരുക്കം ചില മിനിറ്റുകൾ സാക്ഷ്യം പറയാൻ കൊടുത്തപ്പോൾ ബ്രേക്ക് പോയ വണ്ടി പോലെ അവരവരുടെ സങ്കടത്തിൻ്റെ ചാക്കുകെട്ടിൻ്റെ ചരട് അഴിച്ചുവിട്ടു. അതൊരു നിലവിളിയായിരുന്നു. ഒരു ചർച്ച നടത്തുമ്പോൾ അതിനൊരു സമയപരിധിയൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് സ്നേഹത്തോടെ ഇടപെട്ട് അത് ഒരുവിധം പൂർത്തീകരിച്ചിട്ട് ആ മഹതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരനുഭവിച്ച വിഷമങ്ങൾ വലുതായതുകൊണ്ട് വലിയ സഹതാപവും സങ്കടവും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായി. യേശുക്രിസ്തു ഗതസമനയിൽ വെച്ച് പറയുകയാണ്, കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുത്. കർത്താവ് നമ്മോട് പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം. ഒന്ന് ചെവിയോർത്തേ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ സഹായിക്കും. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളെ നമ്മുടേതായിട്ട് നമുക്ക് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് സ്വന്തമാക്കാം. കഷ്ടമടുത്തിരിക്കുമ്പോഴാണ് കർത്താവ് അടുത്തിരിക്കുന്നതെന്നാണ് 34-ാം സങ്കീർത്തനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. കഷ്ടമടുത്തിരിക്കുന്നവർക്കാണ് ദൈവം അടുത്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.